ഗൗരീശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് സ്കന്ദപുരാണ തത്വസമീക്ഷ സത്രത്തിന് തുടക്കമായി. കൗളിങ്കൽ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീമദ് സ്കന്ദപുരാണ തത്വസമീക്ഷ സത്രത്തിനുള്ള വിഗ്രഹം നെടിയാറ് ക്ഷേത്രം വഴി എഴുന്നള്ളിപ്പ് ഞായറാഴ്ച വൈകിട്ട് പട്ടേരികുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് താളമേള വാദ്യതാല ഘോഷയാത്രയോടെ ഗൗരീശ്വരത്ത് എത്തിച്ച് യജ്ഞശാലയിൽ മേൽശാന്തി എം ജി രാമചന്ദ്രൻ പ്രതിഷ്ഠ നടത്തി. തുടർന്ന് അനിരുദ്ധൻ തന്ത്രി ഭദ്രദീപം തെളിയിച്ച് ശ്രീമദ് സ്കന്ദപുരാണ തത്വസമീക്ഷ സത്രത്തിന് തുടക്കം കുറിച്ചു. 18-ന് സമർപ്പണത്തോടെ സമാപിക്കും. അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥാണ് ആചാര്യൻ. തിങ്കളാഴ്ച പാരായണം, ദക്ഷകാണ്ഡത്തിലെ ദാക്ഷായണി ജനനം, 13-ന് സ്കന്ദന്റെ ബാലലീലകൾ, സ്കന്ദ പട്ടാഭിഷേകം, 14-ന് സ്കന്ദന്റെ താരകാപുര യാത്ര, 15-ന് യുദ്ധകാണ്ഡത്തിലെ അജമുഖാദികളുടെ വധം, 16-ന് മഹാകൈലാസ നിരൂപണം, 17-ന് ദണ്ഡാസുരവധം, മഹിഷാസുരവധം, 18-ന് കലശപൂജ, കലശാഭിഷേകം, സമർപ്പണം. ഹര ഹരോ ഹര ഹര. ആദ്യം വേദിയിലെ ഭദ്രദൈവ പ്രകാശനമാണ്. ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേദിയിൽ ആദ്യം നടക്കുന്നത് ഭദ്രദീപ പ്രകാശനം. അകത്ത് നിന്ന് കൊണ്ടുവന്ന ദീപം ജ്വലിപ്പിച്ചുകൊണ്ട് ഭദ്രദീപ പ്രകാശനം നടക്കുന്നു. അനിരുദ്ധൻ തന്ത്രികളെ വേദിയിലേക്ക് ക്ഷണിക്കുക. ഹര 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 ഹരോ 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 ഹര ഹര. നമ്മുടെ ക്ഷേത്രത്തിൽ നടാടെ വളരെ ബൃഹത്തായിട്ടുള്ള സ്കന്ദപുരാണത്തിൻ്റെ ഒരു സംക്ഷിപ്തം, ബൃഹത്തായിട്ടുള്ള കൃതി നമുക്ക് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പകരമായിട്ട് അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ദക്ഷനെ സംബന്ധിച്ചും അതുപോലെ പാർവതീദേവിയുടെ അവതാരവും വിവാഹവും സ്കന്ദനും മുരുകനുമൊക്കെ സ്കന്ദനും ഗണപതിയൊക്കെ ജനിക്കുന്ന ആ രംഗങ്ങളുമെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ടുള്ള 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന
സപ്താഹം എന്നുള്ള രീതിയിൽ തന്നെ നടക്കുന്ന സ്കന്ദപുരാണമാണ് നമ്മളിവിടെ സമർപ്പിക്കുന്നത്. പിന്നാലെ നമുക്ക് ഏതെങ്കിലും ഒരു കാലം കിട്ടിയാൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കന്ദപുരാണം, ആ സ്കന്ദപുരാണത്തിൽ സ്കന്ദൻ്റെ ചരിതമല്ല ഈ പറയുന്ന 41 ദിവസവും വായിക്കുന്നത്. ഭാരതവർഷം നമ്മൾ ഇന്ന് കാണുന്ന ഭാരതവർഷമല്ല, അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും പാകിസ്ഥാനും അതുപോലെ ഈ പറഞ്ഞ നേപ്പാൾ അത്തരത്തിലുള്ള സമീപ പ്രദേശങ്ങളുമെല്ലാം തന്നെ ഉൾക്കൊണ്ട് വളരെയേറെ ബൃഹത്തായിരുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഉറവിടമായിരുന്നു നമ്മുടേതായിട്ടുള്ള ഭൂഖണ്ഡം. അത് ഉപഭൂഖണ്ഡം, ഭാരത ഉപഭൂഖണ്ഡം എന്ന് പറയാം. അത്തരത്തിൽ ബൃഹത്തായിരിക്കുന്ന ഈ സങ്കേതത്തെ ചൊല്ലി പല പല ശുദ്ധസ്ഥലങ്ങളും തീർത്ഥസ്ഥലങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ബൃഹത്തായിരിക്കുന്ന സ്കന്ദപുരാണം നമുക്ക് പിന്നാലെ ഭഗവാൻ അനുഗ്രഹിച്ചൊരു സന്ദർഭം കിട്ടിയാൽ നടത്താം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനിരുദ്ധ തന്ത്രികളെയാണ്. അദ്ദേഹം ഈ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഇതിന് തുടക്കം കുറിക്കും. ഭദ്രദീപ പ്രകാശനം കഴിഞ്ഞാൽ ഉടനെ തന്നെ മേൽശാന്തി മുകളിലേക്ക് വന്ന് വിഗ്രഹവും പ്രതിഷ്ഠിച്ച് അതിനെ തുടർന്ന് ഗ്രന്ഥം എനിക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതിനകത്തേക്ക് യജ്ഞത്തിലേക്ക് കടക്കാം. ഒരനുഗ്രഹ പ്രഭാഷണവും അനിരുദ്ധ തന്ത്രികളുടേതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. ആദ്യം ഭദ്രദൈവ പ്രകാശനം. ബ്രഹ്മശ്രീ അനിരുദ്ധ തന്ത്രികൾ വടക്കുംപുറം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ സംഘാടകരുമൊക്കെ പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരൊക്കെ ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടേക്കാണെങ്കിൽ സാരില്ല, പിന്നാലെ കയറാം. മറ്റുള്ളവരിങ്ങനെ മുകളിലേക്ക് വന്ന് ആ ഭദ്രദൈവ പ്രകാശന സാക്ഷ്യം വഹിക്കണം. അവർ മുകളിലേക്ക് കിടക്കാൻ പറ്റുന്നവരൊക്കെ വരിക. ചമ്പകസ്രജാകലിതകന്ധരം കരയുഗേന ശക്തിംബിം ദധാനമഥവാ കടീകരിതവാമഹസ്തിഷ്ഠത ഗുഹം ഘുസൃണഭാസുരം സ്മരതു പീതവാസോ വസം. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ. മയിലും മുകളിലേക്ക് എഴുന്നള്ളിക്കപ്പെടുന്നു. പിന്നാലെ നമുക്ക് പൂജിക്കാനുള്ള വിഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കാം. ഇതെല്ലാം തന്നെ നിർവഹിക്കുന്ന നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയാണ്. ക്ഷേത്ര മേൽശാന്തി വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു.
ഈ ഉദ്യമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് തന്ത്രികളാണ്, അനിരുദ്ധ തന്ത്രികൾ. തുടർന്ന് മേൽശാന്തിയും 2 വാക്ക് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയും. ആദ്യം ബഹുമാനായ ബ്രഹ്മശ്രീ അനിരുദ്ധ തന്ത്രികൾ അവരെ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഓം ഓം ഭജത്ഭുവേ നമഃ. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര. പ്രതാപ ഒന്നായ നാമമരുളാൻ കനിയേണമെന്നിൽ, ഒന്നെന്ന മൂർത്തി ഭഗവൻ പഴനീശ പാഹിമാം. വേദാന്തർത്ഥ പ്രകടിത പരബ്രഹ്മസാരോപദേശം പാദാംഭോജം നദമുനിജനത്രാണദീക്ഷാകടാക്ഷം. ആധിവ്യാധിപ്രശമന പദം യോഗപട്ടാഭിരാമം. ആധാരം ശ്രീ ഹരിഹരസുതം ഭാവയേത് ഭൂതനാഥം. ഭക്തജനങ്ങളെ, ആദ്യമായി ഈ യജ്ഞത്തിന് നാം സ്വീകരിച്ചതായ, പറയണമെങ്കിൽ ഭാരതത്തിലെ തന്നെ ഒരു പ്രതിഭയായിരിക്കുന്നതായ അഡ്വക്കേറ്റ് സാറിന് എത്ര തരത്തിലുള്ളതായ നമസ്കാരം പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനം നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. വളരെ കുട്ടിയുടെ മനസ്സോടെ നമ്മോട് പെരുമാറുന്നത് കാണുമ്പോൾ ഒരു പിടുത്തവും കിട്ടാത്ത ഒരു രീതിയാണ്. പക്ഷേ സാറിൻ്റെ ശരീരത്തിൽ ആ ശക്തി സ്വരൂപം പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്, അതിൻ്റെ തത്വം എന്തെന്ന് പോലും മനസ്സിലാക്കാത്ത പല പ്രാവശ്യവും ഞാൻ എന്താ ഈ പറയുന്നതെന്ന് എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാകാവുന്നതാണ്. അങ്ങനെ ഇരിക്കുന്നതായ ഒരു മഹത് വ്യക്തി സ്വരൂപമാണ് ഈ ഭഗവാന്റെ ഈ പുരാണം പറയുവാൻ നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സദസ്സിൽ ശ്രീനാരായണ ഗുരുതൃപാദങ്ങളുടെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചതായ ഈ പുണ്യവിഗ്രഹത്തെ പൂജിക്കുവാൻ ഏകദേശം ഒരു 5 വർഷക്കാലം എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ തന്നെയായിരിക്കണം. 2025 ഈ മഹായജ്ഞം നടക്കുന്ന സമയത്ത് ആ ഭദ്രദീപം തെളിയിച്ച് ഈ യജ്ഞം ആരംഭിക്കണമെന്ന് സഭയുടെ അഭ്യർത്ഥനയും ബഹുമാനപ്പെട്ട യജ്ഞാചാര്യൻ വിളിച്ചനോട് പറയാണ്. എന്തായാലും അവിടെ വന്ന് പ്രതിഷ്ഠയോ വിളക്കോ തെളിയിച്ചു തരണം. സത്യാവസ്ഥയിൽ കുറ്റിപ്പുഴ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞം ഇന്ന് ആരംഭിക്കുകയാണ്. ഞാൻ അവിടെ എന്ന് പറഞ്ഞെങ്കിലും ഭഗവാന്റെ കാര്യമായതുകൊണ്ടും എൻ്റെ ഏറ്റവും ചെറുപ്പകാലത്തിൽ തന്നെ ഈ പുണ്യസ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ കുറ്റിപ്പുഴ ഈ സ്ഥലത്തേക്ക് ചെന്നതും ഇവിടെ നിന്നാണ്, കുറ്റിപ്പുഴ കോവാട്ടമ്പലം. അപ്പോൾ അവിടുത്തെ കാര്യം ഇതിനിടയിലൊരു ദിവസം എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുണ്യസ്ഥലത്തേക്ക് നാം വന്നത്. പുരാണം, ഇതിഹാസം എന്നിങ്ങനെ സംബന്ധിച്ചതായ കാര്യങ്ങൾ സത്യാവസ്ഥയിൽ നമ്മൾക്ക് ജ്ഞാതമല്ല. 81,100 ശ്ലോകങ്ങളാണ് ഈ പുണ്യമായിരിക്കുന്ന
ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാഹാത്മ്യം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര സങ്കേതത്തിലെ പുരാണങ്ങളും ശ്രീമദ് ഭാഗവതങ്ങളും ദിവസവും കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? അവർ ക്ഷേത്രത്തിൻ്റെ ഒരു ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ക്ഷേത്രവും പുരാണങ്ങളും ഇതിഹാസങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിക്ക് മുന്നേ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു തന്നിട്ടുള്ളതായ ശ്രീനാരായണ ഗുരുദേവന്റെ ഉദ്ദേശശുദ്ധി 1063 അരുവിപ്പുറം പ്രതിഷ്ഠയോട് കൂടിയാണല്ലോ നമ്മുടെ പ്രതിഷ്ഠ ആരംഭിക്കുന്നത്. ഇന്ന് കലിയുഗത്തിൻ്റെ പ്രഥമപാദം 5100 ചില്ലാൻ കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ കലിയുഗം തുടങ്ങിയിട്ട് ഇനി 4,26,900 ചില്ലാൻ കൊല്ലം ഇനിയും കിടക്കുകയാണ്. യഥാരസൗരേ സുരരാജമന്ത്രിണ സ ഏകരാശൗ സമസപ്തമേവിവ ഹിമാചലങ്കാപുര മധ്യവർത്തി ത്രിഭാഗശേഷം കുരുതേ വസുന്ധര. ഭൂമിക്ക് വസുന്ധര എന്നൊരു ദോഷം സംഭവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് 2019. അത് കഴിഞ്ഞ ആചാര്യൻ പറഞ്ഞു, സപ്തകോടി ജീവനാശനം ഗുരുതേ. ഈ തരത്തിലാണ് പോകുന്നതെങ്കിൽ 7 കോടി ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നുണ്ട്. പ്രാപ്തേ കലിയുഗേ ഘോരേ. ഈ ഘോരമായിരിക്കുന്ന കലിയുഗത്തിങ്കൽ നരാഹ ജനങ്ങൾ പുണ്യവിവർത്തിജാഹ നരാഹ എന്നാണ്. പുണ്യകാര്യങ്ങൾ വിവർജിതമായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് എന്താ ഇതിന് പ്രതിവിധി? ആ പ്രതിവിധിയാണ് ക്ഷേത്രവും ക്ഷേത്രാചാരവും. മനുഷ്യന്റെ ചിത്തശുദ്ധി, ആത്മശാന്തി, സഗുണമൂർത്തിയുടെ സാക്ഷാത്കാരത്തിനും വേണ്ടി ഭാരതീയ ഋഷീശ്വരന്മാരാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഉപാധികൾ പ്രാധാന്യമർഹിക്കുന്നതാണ് ക്ഷേത്രാചാരം. ക്ഷേത്രാചാരം എന്ന് പറഞ്ഞാൽ കചപടയതി ശാസ്ത്രസംഖ്യ അനുസരിച്ച് 26 എന്ന തത്വകല കിട്ടുന്നു. ഈ 26 എന്ന് പറയുന്നത് സമഷ്ടി പ്രപഞ്ചത്തിൻ്റെയും വ്യഷ്ടി ശരീരത്തിൻ്റെയും സൃഷ്ടിക്ക് ആവശ്യങ്ങളായ 26 തത്വകലകൾ സമ്മേളിക്കുന്ന സ്ഥലം ഏതാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം നാരായണ പരമഗുരവേ നമഃ. ഓം സ്കന്ധായ നമഃ. പൂർണ്ണചന്ദ്രൻ വാനിലുദിച്ച ഈ ശുഭസന്ധ്യ സമയത്ത് ഗുരുദേവ പാദപത്മങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരു പ്രതിഷ്ഠിച്ച ആ മഹാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു പുണ്യ സുദിനമാണ്. ഞാനിത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മളെക്കാൾ ഉപരി ചെറിയ കുട്ടികളെയാണ് ഇത് പങ്കെടുപ്പിക്കേണ്ടതും ഇത് കേൾപ്പിക്കേണ്ടതും ഇത് പഠിപ്പിക്കേണ്ടതും. പക്ഷേ എനിക്ക് തോന്നുന്ന പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇതുകൊണ്ട് ആയിരിക്കണം കുട്ടികളുടെ ഒരു സാന്നിധ്യം കുറവായി കാണുന്നത്. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുട്ടികളെ കൂടുതലായിട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും അറിവിൻ്റെ, അതായത് വേദത്തിലുള്ള അറിവിൻ്റെ ഒരു ഹിമാലയം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഇവിടെ നമ്മൾ അനുഗ്രഹിക്കുന്ന രാമദാസ് സാറ്. അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഒരു ചൈതന്യം ആരെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എത്ര അറിവുണ്ടായാലും നമ്മൾ ആ അറിവിൽ അഹങ്കരിക്കാതെ വളരെ എളിമയായിട്ട്, എന്തോരം അറിവുണ്ട് അവനത്ര എളിമയായിട്ട് സംസാരിക്കും. സാറിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ എല്ലാ ദുഃഖങ്ങളില്ലാണ്ടാവും.
കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗണപതി ഹോമം നിത്യവും നടത്തി, പാരായണം നടത്തി, ജപം നടത്തി, ഈശ്വരനായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വളരെ വിജ്ഞാനപ്രദമായ, വളരെ മധുരമായ ആ പ്രഭാഷണം കേൾക്കാനാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുന്നത്. അത് നടക്കട്ടെ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വീണ് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം ഗുരുദേവ പരമ്പരയിൽ. ഓം യദ്ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യകനാശകാനി ധാത്രീ പുമർത്ത നിജയസ്യ ജയത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എൻ്റെ സർവസങ്കല്പങ്ങളും തൃപാദകമലങ്ങളിൽ സമർപ്പിക്കും. സംപൂജ്യനായ യജ്ഞാചാര്യൻ അഡ്വക്കേറ്റ് രാമനാഥൻ സാറ് ഭദ്രദീപ പ്രകാശനം നടത്തിയ അനുഗ്രഹ വചസ് നൽകി നമ്മെ സന്തോഷിപ്പിച്ച അനിരുദ്ധൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ഈ ക്ഷേത്രത്തിൻ്റെ കാര്യകർത്താക്കളെ, ഗുരുദേവ സ്കന്ധഭക്തിയാൽ നിറഞ്ഞ മനസ്സോടുകൂടിയിരിക്കുന്ന സദസ്യരെ, ഏവർക്കും സ്നേഹബുദ്ധ്യ സാദര നമസ്കാരം. നമ്മുടെ അജണ്ടയിലുള്ള ഒരു കാര്യമല്ല ഇത്. പൂജനീയ ധർമ്മചൈതന്യ സ്വാമി അടുത്ത 15-ാം തീയതി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് ഇവിടം വരെ ഒന്ന് പോകണം എന്ന് മാത്രം പറഞ്ഞു. നമ്മൾ ശ്രീനാരായണ ഗുരുദേവ പുഷ്പാഞ്ജലിയിലെ 64-ാമത്തെ മന്ത്രമുണ്ട്, ഓം ത്രികാലജ്ഞായ നമഃ. 3 കാലങ്ങളെക്കുറിച്ചും അറിയുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു, ഇവിടെയുള്ളവർക്കും അറിയില്ലായിരുന്നു, ആചാര്യനും അറിയില്ലായിരുന്നു. പക്ഷെ ഗുരുവിന് മാത്രം അറിയായിരുന്നു നിങ്ങളെ സഹിപ്പിക്കാൻ ഞാനിവിടെ എത്തേണ്ടതുണ്ട് എന്ന്. ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നിർത്തിക്കൊള്ളാം. ഒരു കഥയും ഒരു ചരിത്ര സംഭവവും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. കഥ ഇങ്ങനാണ്. പണ്ട് ഒരു ക്ഷേത്രത്തിലെ ഭാഗവത കഥാകഥനം നടക്കുകയാണ്. വളരെ ദൂരേന്ന് വന്ന ഒരു ആചാര്യനാണ് കഥ പറയുന്നത്. നമ്മുടെ രാമദാസൻ സാറൊന്നുമല്ല. സാറ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ആശ്രമത്തിൽ വന്നപ്പോൾ കൃതജ്ഞത ഞാനാണ് പറഞ്ഞത്, സർവമത സമ്മേളനത്തിൻ്റെ പ്രഭാഷണം. അപ്പം ഞാൻ പറഞ്ഞു, തീർന്നു പോവരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രഭാഷണമാണ് കഴിഞ്ഞത്. അപ്പം അതുപോലെ ആയിരുന്നില്ല നമ്മളുടെ ഈ ഭാഗവത കഥാകാരൻ. നിറഞ്ഞ സദസ്സായിരുന്നു. അദ്ദേഹം കടുകെട്ടി വേദാന്ത പദങ്ങളും ദുർഗ്രഹങ്ങളായ വാക്കുകളുമൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും പിറകിലിരുന്നവരൊക്കെ മെല്ലെ മെല്ലെ എണീറ്റ് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി ഇത്, പക്ഷേ ഏറ്റവും മുൻവശത്ത് ഒരു അമ്മ താടിക്ക് കൈയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് ഇങ്ങനെ ഉറ്റു നോക്കിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും യോഗമില്ല, പക്ഷേ ഈ അമ്മയ്ക്ക് ഇതുണ്ട്. അതുകൊണ്ട് ഈ അമ്മ മാത്രം അവശേഷിച്ചാലും ശരി, ഞാൻ ഈ കഥ പറഞ്ഞ് സമ്പൂർണ്ണമാക്കും. അങ്ങനെ നീണ്ട 4 മണിക്കൂർ കൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞ് സമ്പൂർണ്ണമാക്കി. ഗ്രന്ഥമൊക്കെ തൊട്ട് നമസ്കരിച്ച് മടക്കി. അദ്ദേഹത്തിന്റെ സങ്കല്പം പോലെ അമ്മ മാത്രം അവശേഷിച്ചു. ബാക്കി എല്ലാവരും ആ സമയത്തേക്ക് പോയിരുന്നു. അപ്പൊ അദ്ദേഹം ഗ്രന്ഥമൊക്കെ തൊട്ട് നമസ്കരിച്ച് ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ കലിയുഗത്തിൽ ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും യോഗമില്ല, അമ്മയ്ക്കതുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് കണ്ടിട്ടും ഞാൻ ഇത്രയും സവിസ്തരം ഈ കഥ പറഞ്ഞ് പൂർണ്ണമാക്കിയത്. ഞാൻ ഭഗവാന്റെ തിരുവവതാരം തൊട്ട് സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മ ഇപ്പൊ ചോദിച്ചോണം. അപ്പൊ അമ്മ പറഞ്ഞു, സ്വർഗാരോഹണോ, കഥയോ, അവതാരമോ, എന്താ അങ്ങ് പറഞ്ഞെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അങ്ങ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായിലാണ്. ഇതൊന്ന് നിർത്തി തരുവാണെങ്കിൽ ഞാൻ പോയി സുഖമായിട്ട് ഉറങ്ങിക്കോളാം. പ്രിയമുള്ളവരെ, നമുക്കും പലപ്പോഴും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്രയും ഒരു മഹാഭാഗ്യത്തെ നമുക്ക് 36,000-40,000 ക്ഷേത്രങ്ങളുണ്ട്. ഗുരുക്ഷേത്രങ്ങൾ കൂടെ നോക്കിയാൽ 2 ലക്ഷത്തിനടുത്ത് വരും. പക്ഷേ നമ്മുടെ ആൾക്കാർ നമ്മുടെ പുരാണത്തെക്കുറിച്ച്, ഇതിഹാസത്തെക്കുറിച്ച്, വേദത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എല്ലാവരും മൗന വ്രതമായിരിക്കും ആചരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന ദിവസങ്ങൾ അമ്മ വന്നു ഇരുന്നത് പോലെ അല്ലാതെ
പ്രാർത്ഥനാ നിർഭരമായ ഒരു ഭക്തി. നമുക്ക് രണ്ടു തരം ശ്രദ്ധകളുണ്ട്. വികാരപരമായ ശ്രദ്ധയുണ്ട്, പ്രാർത്ഥനാപരമായ ശ്രദ്ധയുണ്ട്. നമുക്ക് വേണ്ടത് പ്രാർത്ഥനാപരമായ ഒരു ശ്രദ്ധയാണ്. വികാരപരം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് രാമനാഥൻ സാർ ലോകപ്രശസ്തനാണ്. സാറിന്റെ സ്കന്ദ പുരാണ തത്വസമീക്ഷ യജ്ഞം നടക്കുന്നു. പോയി കളയാം, കേട്ടുകളയാം, അങ്ങനെ ആവരുത്. നമുക്ക് വേണ്ടത് പ്രാർത്ഥന. നമുക്കറിയില്ല, അറിയാത്ത കാര്യങ്ങളെ ലഭിക്കുന്നു, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമായിട്ട് അത് മാറ്റുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ശ്രീയും സ്ത്രീയും രണ്ടല്ല എന്ന്. അപ്പൊ നമ്മുടെ അമ്മമാരിന്ന് മാതൃദിനവും കൂടെയാണ്. അതുകൊണ്ട് ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ചരിത്ര സംഭവം ഇങ്ങനെയാണ്. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് വംഗദേശത്ത് ബംഗാളിലെ ഒരു സ്കൂളില് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ആരായി തീരണം? അപ്പോൾ ഓരോരുത്തർ ഓരോ ഉത്തരം പറഞ്ഞു. പോലീസ് ആവണം, പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു വികൃതിയായ കുട്ടി മാത്രം എണീറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനാവണം. ടീച്ചർ അടക്കം ക്ലാസ്സിലുള്ള ബാക്കി മുഴുവൻ കുട്ടികളും ആർത്തട്ടഹസിച്ച് ചിരിച്ചു, ഈ കുട്ടിയെ കളിയാക്കി. പക്ഷെ അവൻ അതിൽ ഉറച്ചു നിന്ന്, എനിക്കൊരു കുതിരവണ്ടിക്കാരൻ തന്നെ ആവണം. എന്തായാലും ഒന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തി. അമ്മയോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഇങ്ങനെ ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി, ഞാൻ പറഞ്ഞു എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണമെന്ന്. അതിനെന്നെ എല്ലാവരും പരിഹസിച്ചു. നമ്മളാണ് എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ തലക്കെട്ടണം കൊടുക്കും അല്ലേ? പക്ഷെ അമ്മ കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കുതിരവണ്ടിക്കാരൻ തന്നെയാകണം, പക്ഷേ വെറും ഒരു കുതിരവണ്ടിക്കാരനായാൽ പോരാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൈപിടിച്ച് പൂജാമുറിയിൽ കൊണ്ടി ഒരു കുതിരവണ്ടിക്കാരന്റെ ചിത്രം കാണിച്ചു കൊടുത്തു. നീ ഇതുപോലെ ഒരു കുതിരവണ്ടിക്കാരനാവും. നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ചതുർശതാശ്വങ്ങളെ പൂട്ടിയ ധർമ്മരഥത്തിൽ ഇരുന്നു കൊണ്ട് അർജുനനിലൂടെ ലോകത്തിന് ഗീതോപദേശം നൽകിയ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന കുതിരവണ്ടിക്കാരന്റെ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇതുപോലെ ഒരു കുതിരവണ്ടിക്കാരനാണ്. ആ അമ്മയുടെ ശക്തമായ സങ്കല്പം. കഠോപനിഷത്തിലെ ഒരു മന്ത്രമുണ്ട്, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച. ഈ ശരീരത്തെ ഒരു രഥമായിട്ടും ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും മനസ്സിനെ കടിഞ്ഞാനായിട്ടും ബുദ്ധിയെ സാരഥിയായിട്ടും സങ്കല്പിച്ച് പ്രതീകാത്മകമായി ആ കുട്ടി അങ്ങനെ തന്നെയായി വിശ്വവിഖ്യാതനായ വിവേകാനന്ദ സ്വാമികളായി മാറിയത് വികൃതിയായ കുട്ടിയായിരുന്നു. അപ്പൊ ഭുവനേശ്വരി ദേവി എന്ന അമ്മയുടെ ശക്തമായ സങ്കല്പമാണ് ഒരു വിവേകാനന്ദനെ സൃഷ്ടിച്ചത്. കുട്ടിയമ്മ അമ്മ എന്ന പുണ്യം നിറഞ്ഞ അമ്മയുടെ സങ്കല്പമാണ് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് അവതരിച്ചത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഒക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് അമ്മമാരെ കാണാൻ സാധിക്കും. നമ്മുടെ അമ്മമാര് കുട്ടികൾക്ക് നല്ല മാതൃകയാവണം. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ച് കുറച്ച് അറിവുകൾ നമ്മൾ സ്വാംശീകരിക്കണം. നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുള്ളതുകൊണ്ടാണ്. മറ്റ് സെമിറ്റിക് മതത്തിലേക്കാണ് ഒരു ടെക്സ്റ്റേ ഉള്ളൂ, അത് പഠിച്ചാൽ മതി, അവർക്കത് തറമാണ്. നമുക്ക് അനേകമുള്ളത് കൊണ്ട് കൺഫ്യൂഷനാണ്. ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന ഒരറിവും ചെറുതല്ല, ഏതെങ്കിലും ഒന്നിനെ ഒന്ന് പിൻപറ്റാൻ നമ്മൾ മഹാഭാഗ്യം ചെയ്തവരാണ്. ഒരു ലൈബ്രറി തന്നെ സ്വന്തമായിട്ടുണ്ടായിട്ടും നമ്മളോട് ഇന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ സമാജത്തിൽ നിന്ന് തെറ്റായ സ്നേഹത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ അജ്ഞതയാണ്. അതിനുള്ള പരിഹാരങ്ങളാണ് ഇങ്ങനെയുള്ള സപ്താഹങ്ങളും നവാഹങ്ങളും യജ്ഞങ്ങളുമൊക്കെ. അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട്, നല്ല മാതൃകയായിരിക്കുവാനായിട്ട് ഇന്ന് മാതൃദിനത്തിൽ അമ്മമാരോട് ആശംസിക്കുന്നു. ഒപ്പം തന്നെ അച്ഛന്മാരോടും. എന്തായാലും ഭഗവാന്റെ കാരുണ്യം, സഹൃദയ കുബേരനായ നമ്മളുടെ ഞങ്ങളിത് 3ാമത്തെ ഒരു വേദിയിലാണ് പങ്കെടുക്കുന്നത്. രാമനാഥൻ സാറിൻ്റെ ഒപ്പം വരാൻ ഇവിടെ വരാനും ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിലുമുള്ള എൻ്റെ സന്തോഷം പറഞ്ഞു തീർക്കുന്നില്ല, ഉള്ളിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുന്നു. ആദരപൂർവ്വം നിങ്ങളുടെ നാരായണൻ. സ്വാമികളെ ആദരിക്കുന്നു. ഇവിടുത്തെ നാടിനാൾ എന്ന പിന്നാലെ ഒരു ദിവസമുണ്ട്. ഏതായാലും തുടക്കം കുറിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കിട്ടിയത് സൗഭാഗ്യം. ഇനി നമുക്ക് അല്പം ചിലത് സംസാരിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്ന് നാളെ മുതൽ നടക്കുന്ന യജ്ഞഭാഗത്തേക്ക് കടക്കാം. മറ്റൊന്നുമല്ല, മുരുകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രഹിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. അവയെല്ലാം തന്നെ വാസ്തവത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവികത. എനിക്ക് മുമ്പേ അനുഗ്രഹം പ്രഭാഷണം നടത്തിയ സ്വാമി നാരായണ ഋഷി
അദ്ദേഹം വാസ്തവത്തിൽ വൈറ്റ് ആൻഡ് വൈറ്റ്, വെള്ള വേഷധാരി. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഗുരുദേവൻ പോലും കാഷായം ധരിച്ചിട്ടില്ല. മഞ്ഞമുണ്ട് വാസ്തവത്തിൽ ഇങ്ങനെ കൊത്തിക്കലക്കിയ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് മല്ലുവസ്ത്രം, അത്തരത്തിലൊരു മഞ്ഞ കളറ് സമ്പാദിച്ചുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം നിറം മാറിയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആ രീതിയിലായിട്ടില്ല. അനവധി സന്യാസിമാരെ സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള ഒരു സുകൃതി ആണ് നാരായണ ഗുരുദേവൻ. അത് തന്നെ ശ്രീരാമകൃഷ്ണപരമഹംസരും. വളരെയേറെ ഇത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഭാരതവർഷത്തിൽ ജനിച്ച് വളരെയേറെ ഉപദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്വാമികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഗ്രഹിക്കാൻ നമ്മൾ വാസ്തവത്തിൽ തയ്യാറെടുക്കുന്നില്ല. അതാണ് പോരായ്മ. ഇന്ന് മാതൃദിനമായതുകൊണ്ട് ആചാര്യസ്വാമികളുടെ മാതൃപഞ്ചകത്തിൽ ആദ്യത്തെ ശ്ലോകം ജപിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആസ്താന്തവദീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീശയാജ സംവത്സരീ ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യേസ്യ ക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപിതനയ തസ്യൈ ജനന്യൈ നമഃ. മക്കളെല്ലാവരും അമ്മയെ കാണേണ്ടത് ഈ രീതിയിലാണ്. ആദിശങ്കരൻ 4 മഠങ്ങളും അതുപോലെ അത്യുന്നത പദവിയൊക്കെ അലങ്കരിച്ചുകൊണ്ട് മരണവേളയിൽ അമ്മയെ കാണാൻ വന്ന് അമ്മയ്ക്ക് വാസ്തവത്തിൽ ഒരു യാത്രയെ നടത്തി അമൃതശരീരത്തെ നോക്കിക്കൊണ്ട് പാടുന്ന മാതൃപഞ്ചകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എത്രയും കേമനായ ഒരു മകനാണെങ്കിൽ, എത്ര കേമത്വം ഈ മകനുണ്ടെങ്കിൽ കൂടി അമ്മ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ഗർഭഭാരം, 270 ദിവസക്കാലത്ത് ദുസ്സഹമായിട്ടുള്ള വേദന, ആ ക്ലേശങ്ങളെല്ലാം തന്നെ സഹിച്ച് കുട്ടി പുറത്തേക്ക് വന്നാൽ പിന്നാലെ മലവും മൂത്രവും കലർന്നിട്ടുള്ള ഒരു പ്രത്യേക ജീവിതരംഗം, ഇങ്ങനെ പലതും നമുക്ക് വേണ്ടി അനുഭവിച്ച് നമ്മെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയോട് എന്ത് ചെയ്താലാണ് ഒരു പ്രതിവിധിയാകുക, പ്രതിഫലമാകുക? ഒന്നും ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് ഈ മാതൃദിനത്തിൽ നമ്മൾ മാതാക്കളെ സ്മരിക്കുന്ന തരത്തിലാണ്. ഭാരതവർഷത്തിൽ പ്രത്യേകിച്ചും മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ ഇത്യാദി പ്രയോഗങ്ങളുള്ളത് കൂടാതെ നമ്മൾ അമ്മയിലൂടെയാണ് അച്ഛനെ അറിയുന്നത്. അമ്മയും അച്ഛനും സഹകരിച്ചിട്ടാണ് ഗുരുവിനെ നമുക്കിട്ട് തരുന്നത്. മാതൃ അനുഗ്രഹവും പിതാവിൻ്റെ അനുഗ്രഹവും അനിവാര്യമാണ് ഗുരുകൃപയ്ക്ക്. ആ ഗുരുകൃപ കഴിഞ്ഞാൽ ഈശ്വരലാഭം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താനും തുടക്കം കുറിക്കുന്ന അമ്മ തന്നെയാണ്. അമ്മയുടെ മഹത്വം വിളിച്ചോതുന്ന അനവധി കൃതികൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ കൂടി ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലളിതാ സഹസ്രനാമം തുടങ്ങുന്നതിന് ശ്രീമാത, പെറ്റമ്മയെപ്പോലെ തന്നെ പോറ്റമ്മയും അതുപോലെ തന്നെ ജഗത അംബിക എന്ന് പറയുന്ന ഭുവനേശ്വരിയും. എല്ലാവരെയും നമ്മൾ കണക്കിലെടുക്കുന്ന പക്ഷം ഈ ബൃഹത്തായിട്ടുള്ള പ്രപഞ്ചത്തിൽ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് പറയുന്ന ആ ദേവിയെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമായി ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു തന്നിട്ടുള്ളത്. ജഗജ്ജന്യായിരിക്കുന്ന അമ്മയുടെ വലതുവശത്തായിട്ട് മുരുകനെയും ഇടതുവശത്തായിട്ട് ശിവനെയും നമ്മൾ കാണുമ്പോൾ ആ ശിവനും കിഴക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള മട്ടിലേക്ക് ഗുരുദേവൻ പാടിത്തുന്ന കൃതികളോട് സഞ്ചരിക്കുമ്പോൾ സുബ്രഹ്മണ്യനിലൂടെ നമ്മൾ ഇത്തവണത്തെ യജ്ഞം കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥമായിരിക്കുന്ന ആത്മലാഭമാണ്. സുബ്രഹ്മണ്യവും എന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യൻ അഹം, സദാശിവൻ അഹം, സുബ്രഹ്മണ്യ ഓം, സദാശിവ ഓം. പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഓങ്കാരം തന്നെയാണ് ഇവർ രണ്ടുപേരും എന്ന് കൽപ്പിച്ചുകൊണ്ട് യാതൊരു വ്യത്യാസവും ശിവനും മുരുകനും തമ്മിലില്ല എന്നുള്ള മട്ടിലാണ് ഗുരുദേവ കൃതികളിലൂടെ നമ്മൾ പര്യടനം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുദേവൻ അങ്ങേയറ്റത്തെ ദർശനം നേടിയിട്ടുള്ള അപൂർവ അവതാര സ്വരൂപം. ശ്രീകൃഷ്ണ ദർശനത്തിൽ കാണുന്ന പോലെ 2 കൈകളും ആ കൈകളിൽ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെഞ്ചുണ്ടിൽ അമർത്തിക്കൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന കൃഷ്ണനെ കണ്ടു എന്ന് തൻ്റെ 22ാമത്തെ വയസ്സിൽ പറയാതെ എന്താണ് അനുഭൂതിയിൽ അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് വ്യക്തമാക്കുന്ന ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ ആ മഹത് ദർശനം വ്യക്തമാണ്. അതുപോലെ ആത്മോപദേശതകത്തിലൂടെ കടന്ന് നമ്മളിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടു തരുന്ന കൂട്ടത്തിൽ
നമ്മൾ ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന ഓങ്കാരത്തിൽ എത്തിച്ചേർ നേരത്തെ പറഞ്ഞ പോലെ 41 ദിവസക്കാലം മണിപ്പെട്ടിരുന്ന് വായിച്ച് അതിലടങ്ങിയിരിക്കുന്നതായില്ല ജിതേന്ദ്രിയനായില്ല.